എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും യാത്രകൾ നടത്താൻ ഇഷ്ടമുള്ളവരാണ്. യാത്രകൾ നമുക്ക് ഒരു ഇല്ലത്തേക്കോ തറവാട്ടിലേക്കോ ആകുമ്പോൾ പ്രത്യേക അനുഭൂതിയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മാനിപുരത്തുള്ള ചരിത്രമുറങ്ങുന്ന മക്കാട്ട് ഇല്ലത്താണുള്ളത്. വളരെ മനോഹരമായ ഈ ഇല്ലം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം നമ്മുടെ അനിയക്കായും വിജിത്ത് ചങ്ക് ബ്രോയും ഉണ്ട്. മക്കാട്ടില്ലത്ത് ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സർഗം എന്ന സിനിമയിൽ കുട്ടൻതമ്പുരാൻ എന്ന ക്യാരക്ടർ ഷീട്ട് കളിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്ന് സ്വന്തം ജാനേക്കുട്ടി, അതുപോലെ തന്നെ ആലഞ്ചേരി തമ്പ്രാക്കൾ, എങ്ങനെ ഒത്തിരി സിനിമകൾ നമ്മളെ ഈ ഇല്ലത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അരിയൻ സാർ ഇപ്പോഴും ഇവിടെ വരാറുണ്ട്. വരുന്ന സമയത്ത് അരിയൻ സാർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്, സീറ്റാണ് ഇവിടെ. സാറിന് എന്നും വന്നാൽ ഇരിക്കാൻ പറ്റിയൊരു കസാര ഇവിടെയുണ്ട്. അപ്പോൾ സാറിനെ പോലുള്ള അരിയൻ സാറിനെ പോലുള്ള ആളുകൾ വന്ന ഒരു പുണ്യമായ നമ്മുടെ ഈ ഇല്ലത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് നമുക്ക് തന്നെ ഭാഗ്യമെന്ന് പറയാം. സർഗം എന്ന സിനിമയിലെ കുട്ടൻതമ്പുരാൻ പാമ്പിനെ തച്ചുകൊന്നു വരുന്നില്ലേ, ആ ഒരു സ്റ്റെപ്പാണിത്. ഈ വുഡ് ഫർണിച്ചർ ഒക്കെ എത്ര മനോഹരമാണ്. നമുക്കിതൊക്കെ കണ്ടുവരാം. ഇവിടുത്തെ കുടുംബക്ഷേത്രമാണിത്. നിത്യപൂജയുള്ള ഈ ക്ഷേത്രം തന്നെ ഇല്ലത്തിൻ്റെ അഴകും ഐശ്വര്യവുമാണ്. മക്കാട്ടില്ലത്തെ മാധവൻ നമ്പൂരി സാറിൻ്റെ മകൻ സൂരജേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മൾ ഈ ഇല്ലത്തിന് എത്ര വർഷം പഴക്കണ്ടാവും, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമെങ്കിൽ? കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ ചരിത്ര ഗവേഷകന്മാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാരായണൻ സാറിനെ പോലുള്ളവരൊക്കെ അവരൊക്കെ പറയുന്നത് എന്തായാലും 2 നൂറ്റാണ്ടിൻ്റെ മേലെ പഴക്കമുണ്ടാവണം. അതിൽ പ്രത്യേകിച്ച് പിന്നെ ഇത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയതല്ല. ഇത് 2-2.5 നൂറ്റാണ്ടിന് മുമ്പ് ചില ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് തേവാരം പോലത്തെ ഭാഗങ്ങളൊക്കെ പിന്നീട് പല തലമുറകളായിട്ട് അത് കൂട്ടി വന്നതായിരിക്കും. അപ്പോൾ അടിസ്ഥാനമായി 2.5 നൂറ്റാണ്ടിന് മേലെ പഴക്കം ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലും ഈ ചളീൻ്റെ കട്ടയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് നമ്മളെ ഈ സ്വാതന്ത്ര്യ സമരമായിട്ടും അതുപോലെ തന്നെ ലഹളകാലത്തൊക്കെ ഉള്ള ഇതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ളതിലൊരു പരാമർശത്തിൽ വരുന്നത് മറ്റേ മലബാർ മാനുവൽ എന്നുള്ള ഇതിലാണ്. ലോഗൻ എഴുതിയ മലബാർ മാനുവൽ. എനിക്ക് തോന്നുന്നത് 1800 അവസാനം മറ്റേ നമ്മളെ ഒരു
മലബാർ കലക്ടറായിരുന്ന കനോലി സാഹിബിനെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. വെസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ കലക്ടർ ബംഗ്ലാവിൽ വെച്ച്. അപ്പോൾ അതിൽ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കലാപകാരികൾ കിഴക്കൻ ഭാഗത്തുള്ള കലാപകാരികളായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തി പോകുന്ന വഴിക്ക് ഇവിടെ മക്കാട്ടില്ലത്തുനിന്ന് 3000 രൂപ കൈപ്പറ്റി എന്നൊരു പരാമർശം അതിൽ പറയുന്നു. അന്നത്തെ 3000 അത് വലിയൊരു സംഖ്യ ആയിരിക്കുമല്ലോ അന്നത്തെ. അതാണ് ഇതിനെപ്പറ്റി ഔദ്യോഗികമായിട്ടുള്ളൊരു ചരിത്രത്തിൽ കാണുന്നൊരു ഡോക്യുമെൻറ്റേഷനും. ഹരിഹരൻ അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഇവിടെയായിട്ട് അദ്ദേഹത്തിൻ്റെ നാട് ഇവിടെ താമരശ്ശേരി തന്നെയാണെന്ന് അറിയാലോ എല്ലാവർക്കും. അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഈ ഇല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ സ്കൂളിലെ മാഷായിരുന്നു, സ്കൂളിൻ്റെ തുടക്കത്തിൽ. അല്ലാതെയൊക്കെ അദ്ദേഹം ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് അദ്ദേഹം 92-ലാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു സിനിമ സർഗം എന്നൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹത്തിന് അത് ഇവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പ്രത്യേകം പറയുന്നത്. അപ്പോൾ അദ്ദേഹം കാരണം മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം തന്നെ എഴുതിയ തിരക്കഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ സിനിമ. അതിന് അദ്ദേഹം ധാരാളം പ്രാവശ്യം ഇവിടെ ഒറ്റയ്ക്കും പലരെയും കൂട്ടിയും ഇവിടെ വന്നിട്ടുണ്ട് തിരക്കഥ എഴുതുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഓരോ സ്ഥലവും കണ്ട് ആ സ്ഥലത്ത് ആ ഒരു സീനാണ് തിരക്കഥ എഴുതിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. പിന്നെ ഈ 1921 സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്പലലേളെന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സമയത്ത് കലാപകാരികൾ വരെയുണ്ടായി. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു മുസ്ലിം കുടുംബം അവരെ പത്തായത്തിൽ ഒളിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നീട് അവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയുണ്ടായത്. പിന്നെ ബ്രിട്ടീഷ് മിലിറ്ററി പിന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തു. ഞങ്ങൾ കിഴക്ക് ഭാഗത്ത് കാണാം നമ്മുടെ പടിപ്പര പുഴയിലേക്ക്. അതന്ന് 3 നില കെട്ടിടമായിരുന്നു പോലും. അവിടെയാണ് അവർ ക്യാമ്പ് ചെയ്തത്. അപ്പോൾ അവർ ഈ കലാപരികൾ വന്നപ്പോൾ അവർ നമ്മളെ പത്തായത്തിൽ പാരകൊണ്ട് കുത്തിയ അടയാളൊക്കെ എപ്പോഴും ഉണ്ട്, അതിൽ കാണാൻ പറ്റുന്നത്. എനിക്ക് സന്തോഷകരമായ കാര്യം വെച്ചാൽ അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കാരണം കൂടി എനിക്ക് ഇല്ലുമായിട്ട് ഒരു ബന്ധം എന്ന് വെച്ചാൽ ഞാൻ മാനൂർ സ്കൂളിൽ പഠിക്കുന്ന വീട്ടിൽ സർഗം സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ സർഗ സിനിമയിൽ ചെറിയൊരു മുഖം കാണിക്കാനാണ് അവസരം കിട്ടി. അത് ശരിയാണ്. അപ്പോൾ അത് വലിയൊരു ആകാംക്ഷയായിരുന്നു. ഈ ഇല്ലമൊക്കെ കാണണം, മുഴുവനായിട്ടും കാണണം ഇല്ലത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കണം. കാരണം അത് കുട്ടനമ്പുരാനെ പിടിച്ചു വെക്കുന്ന ചെറുപ്പകാലത്ത് പിടിച്ചു വെക്കുന്ന ആ രംഗത്ത് ചെറിയ ടൗസർ എടുത്തിട്ടുള്ള ചെറിയ ആ രംഗത്ത് നമ്മളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അന്ന് തന്നെ നമ്മൾ ആഗ്രഹമുണ്ട് ഇല്ല ഒന്ന് കാണാം. ഒത്തിരി ആളുകൾക്ക് ഇല്ലം കാണാൻ ആഗ്രഹമുണ്ടല്ലോ. ഇല്ലങ്ങളിലും തറവാടുകളിലും സർപ്പക്കാവുകൾ കാണാറുണ്ട്. ഇവിടെയും ഇത്തരമൊരു കാവ് നമുക്ക് കാണാം. ഏതൊരു ഇല്ലത്തിനും ഒരു വടക്കിനി ഉണ്ടാവും. ആ വടക്കിനിയാണ് കാണുന്നത്. കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. നമുക്ക് പോയി നോക്കാം. സർഗം എന്ന സിനിമയിലെ ആ അടുക്കള ഭാഗത്തുള്ള രംഗം നമ്മളെ വിനീത് ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പം സിനിമ മാത്രമല്ല ഒത്തിരി നല്ല സംസ്കാരവും നമുക്ക് നമ്മളെ ഈ വീഡിയോയിൽ കാണാം, നമ്മളെ ഈ ഇല്ലത്ത് കാണാം. ഒരു സമൂഹത്തിൻ്റെ ഒരു കാലത്തുള്ള സംസ്കാരമാണ് നമ്മൾ ഇല്ലങ്ങളിൽ കാണുന്നത്. ഇതാണ് നമ്മളെ ഈ ഇല്ലത്തിൻ്റെ അടുക്കള. കുറച്ച് മാറ്റങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ അടുക്കളയിൽ നിന്നുള്ള വെള്ളം കോരുന്ന സ്ഥലമാണിത്. ഈ കിണർ നമ്മുടെ അടുക്കളയിൽ തന്നെ ആയിട്ടാണ് ഈ പഴയകാലത്തുള്ള ഇല്ലങ്ങളിൽ ഉണ്ടാവാറുള്ളത്. വലിയ ഒരു ഇടനാഴി ഈ ഇല്ലത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ആദ്യം തറവാട് പുഴേൻ്റെ അക്കരെ അവിടെ ഇതുപോലെ തന്നെ മക്കാട്ട് പറമ്പ് കഴിഞ്ഞിട്ട് ഒരു പറമ്പുണ്ട്. അവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ കൊടുത്തു കളഞ്ഞതാണ്. അവിടെയും തറവാട്.
അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഒരു 500 കൊല്ലമൊക്കെ ഇതിന് പഴക്കമുണ്ടാവും. പിന്നെ 1921 ഈ മാപ്പിളകളുണ്ടായ സമയത്ത് ഈ ഇവിടെ ആറ്റോസ് നമ്പൂരിനെയൊക്കെ വലിയ ലേളക്കാർ കൊന്നു. ലേളക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കണ്ട സമയത്ത് അന്ന് അച്ഛനാദ്യം കല്യാണം കഴിച്ചത് ചാലക്കുടി ഉള്ള അടുത്തുള്ള ഒരു ഇല്ലത്തുനിന്നായിരുന്നു. അപ്പോൾ അവർ ഇവിടുന്ന് കുടുംബസമേതം നന്നായിട്ട് ഒഴിച്ചുപോയി. അതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ അച്ഛൻ എൻ്റെ വല്യമ്മയാണ്. വല്യമ്മയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ടാണ് രണ്ടാമത് എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചത്. അപ്പോൾ ആദ്യം ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്പൂതിരിമാർ വണ്ടി കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് 7 ദിവസം കൊണ്ട് ചാലക്കുടിയിൽ നിന്ന് ഈ തോണി വഴിയാണ് തോണി ഇവിടെ ഒന്ന് കടവിൽ അതൊക്കില്ല തന്നെയാണ്. അതെ, അതൊരു പ്രത്യേകത ഞാൻ പറയുകയാണിപ്പോൾ. നമ്മളെ പുതിയ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. അപ്പം മാപ്പിളയിലുള്ള തുടങ്ങി പോകേണ്ട സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും വന്നില്ല. എല്ലാവരും ഓടി പോയി വണ്ടി കയറി മടങ്ങിപ്പോയി. അതൊരു ചരിത്രമാണ്. അതെ, പിന്നെ ജീവൻ പോകുന്ന സമയത്ത് ആ വഴങ്ങയൊന്നും നോക്കിയില്ല, അങ്ങനെ പോയതാ. അങ്ങനെ 6 മാസം ഈ കുടുംബങ്ങൾ ഒന്നായിട്ട് അച്ഛൻ, കുറേ ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ, ഇവിടെയുള്ള കാര്യസ്ഥൻ ഒരു കണാരുമാരൊക്കെ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അയാളാണ് പിന്നെ കുറേ നോക്കി നടന്നത്. നോക്കിയാൽ പഠിക്കൊന്നും വരാൻ പറ്റില്ല. ലേളക്കാർ വന്നു 1.5 ദിവസം അവരിവിടെ അവരെ താലൂക്ക് കച്ചേരിയായിട്ട് ഭരണം നടത്തി. മാപ്പിള ലേളക്കാരുണ്ടല്ലോ, അവർ മഞ്ചേരി ട്രഷറിയൊക്കെ പൊളിച്ചിട്ട് അരീക്കോട് വഴി ഇങ്ങോട്ട് വന്നതാണ്. അവരോട് അതുകൊണ്ട് ഈ പെരൊന്നും പൊളിക്കുകയോ തീരൊന്നും ചെയ്തില്ല. അവരുടെ താലൂക്ക് കച്ചേരിയായിട്ട് 1.5 ദിവസം ഭാര്യങ്ങന്നത് കുഞ്ഞമ്മാജിയൊക്കെ കേട്ടില്ലേ, അവർ ഭരണം സ്ഥാപിച്ചു, ഭരണം നടത്തി. 1.5 ദിവസം കഴിഞ്ഞപ്പം ബ്രിട്ടീഷ് പട്ടാളം വന്നു, ക്യാമ്പ് വന്നു. പിന്നെ 6 മാസം അവരെ ക്യാമ്പായിരുന്നു. മറ്റേതൊക്കെ പരിസ്ഥിതി ഈ 6 മാസം എൻ്റെ കുടുംബങ്ങളൊക്കെ അവിടെ ചാലക്കുടി മള്ളിയൂർ എന്ന് പറയുന്ന ഒരു ഇല്ലത്ത്, അവിടെ നിന്നാണ് ആദ്യം മേരി ചെയ്തത്. അവിടെ താമസിച്ച് കുടുംബസമേതം. അന്ന് പിന്നെ അവരൊക്കെ വലിയ ജമ്മിമാരാണ്. അതുകൊണ്ട് ഇവിടുന്ന് പോയ 19 ആൾ 6 മാസം താമസിക്കുന്നവർക്കൊരു പ്രശ്നവുമില്ല. പിന്നെ മടങ്ങി വന്നപ്പോഴേക്ക് റെക്കാർഡുകൾ പലതും തീയിട്ട് നശിപ്പിച്ചു പോയിക്കണം. ഇല്ല, ഈ ഭൂമി സംബന്ധമായുള്ളതുണ്ടല്ലോ, അത് പലതും പോയി. വലിയ പാത്രങ്ങളൊക്കെ ഈ കണാരുന്നാരൊക്കെ കിണറ്റ് കൊണ്ടിട്ടു. വലിയ ചരക്ക് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് കാര്യസ്ഥനുണ്ട്. അയാളതിന് ഇവിടേക്ക് വരാൻ പറ്റില്ലെങ്കിലും മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം കൊണ്ടും പോകണ്ടേ. ഹരിഹരൻ സാർ ഞങ്ങളുടെ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അപ്പം ഹരിഹരൻ്റെ വീട് പള്ളിപ്പുറം, താമരശ്ശേരി പള്ളിപ്പുറത്ത് അവിടെയാണ്. അപ്പോൾ അവിടെ ഈ പള്ളിപ്പുറത്ത് ഇല്ലത്തുള്ള ആളുകൾ ഞങ്ങൾ ബന്ധുക്കളാണ്. അപ്പോൾ അവർ സ്കൂൾ കൂട്ടിയ കുട്ടികൾ വരുന്ന കൂട്ടത്തിൽ ഹരിഹരനും വരും. കാലത്തൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് ബന്ധം. പിന്നെ സർഗം ഷൂട്ടിങ്ങിന് ഇവിടെ വേണമെന്ന് പറഞ്ഞ് അതുവരെ ഷൂട്ടിങ്ങിന് ആർക്കും കൊടുത്തിരുന്നില്ല. പിന്നെ ഹരിഹരൻ ചോദിച്ചുകൊണ്ട് കൊടുത്താണ്. ഹരിഹരൻ പറഞ്ഞു ഈ സെറ്റിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന്. അത് പറഞ്ഞ മാതിരി തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ല, വളരെ ഡീസൻറ്റ് സെറ്റായിരുന്നു. കള്ളുകൂടി അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത. അവർ രാവിലെ കോഴിക്കോട്ടെ ഹോട്ടലിൽ നിന്ന് രാവിലെ വരും, ഭക്ഷണമൊക്കെ കൊണ്ടുവരും. ഹരിഹരൻ്റെ ഭക്ഷണം ഇവിടുന്നാണ്. ബാക്കിയുള്ളതിലൊക്കെ വൈകുന്നേരം ആവുന്നവരെ ഷൂട്ടിങ് നടത്തി യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട്. ഈ കാണികളെ കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അൺകൺട്രോൾഡായിട്ട് കുറേ ശല്യം ഉണ്ടായിരുന്നു. പഴയ തലമുറകളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ നിരന്ന് കാണുന്നുണ്ട്. മാധവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടത്തിലെ ബാസ്കറ്റ്ബോൾ ടീമാണ് ഈ കാണുന്നത്. ഈ കലാപകാരികൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് പാര കൊണ്ട് ഇടിച്ച് അടയാളാണ് ഈ കാണുന്നത്.
അങ്ങനെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടും. പത്തായത് ഈ വീടിനോട് തന്നെ കൂടിയിട്ട് ഭീമുണ്ടല്ലേ ഇതോട് കൂടിയിട്ടുള്ള പത്തായാണ്. ഈ ഏരിയയിൽ വെച്ചല്ലേ നമ്മളെ സർഗത്തിലെ രംഭ ഇറങ്ങി വരുന്ന ഈ പത്തായത്തിനകത്ത് നിന്നാണ് പുറത്തേക്ക് വിനീതത്ത് പുറത്തേക്ക് ഇടുന്ന കണ്ടിരുന്നോ? ഇതാണ് വെള്ളിക്കോലി എന്ന് പറയും. പണ്ട് ഇതിന്റെ മുകളിൽ തൂക്കുക, ഇത് വെള്ളിയാണ്. ഇതാണ് ഇതിന്റെ മുകളിൽ റാത്തിലാണ് അടയാളപ്പെടുത്തി. അപ്പൊ ഇതാണ് ഇങ്ങനെ തൂക്കി പിടിക്കുന്നത്. കെടവൂർ പറ, ഈ പറയിലാണ് പോലും അന്ന് അളക്കാരൊക്കെ ഉള്ളത്. നെല്ലളക്കുന്ന ഒരു പറയാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പറ. നമ്മളിപ്പോ ഉള്ളത് നടുമിറ്റത്താണ്. ഈ ഇല്ലത്തിന്റെ നടുമിറ്റാണ് കാണുന്നത്. പഴയ കാലത്ത് ഈ നമ്മുടെ ഈ ബിൽഡിങ്ങിലൊക്കെ ഈ മനകളിലും അതുപോലെ തന്നെ ഇല്ലങ്ങളിലും കാണുമ്പോൾ ഒരു നടുമിറ്റുണ്ടാവും. ഈ നടുമിറ്റ് വെച്ചാണ് നമുക്ക് നമ്മളെ ഈ സർക്കസ് സിനിമയിലൊക്കെ മനക്കിങ്ങനെ ഒരു വെണ്ണ തെറ്റിക്കുന്ന രംഗമൊക്കെ ഈ രംഗത്താണുള്ളത്. ഇവിടുന്നാണ് നമ്മൾ ആ രംഭ നോക്കുന്ന രംഗമൊക്കെ ഉള്ളത്. ഇത് ചങ്ങലോട്ടല്ലേ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ചങ്ങലോട്ട്. ഇതെങ്ങനെ എന്തിനാണെന്ന് ഇതിനകത്ത് എണ്ണ ഉണ്ടാവും, നിറച്ച് എണ്ണ ഉണ്ടാവും. ഇത് തിരിയും. അപ്പൊ എണ്ണ തീരുമ്പോൾ ഇതിലെടുത്തിട്ട് മോര് ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കുളിക്കാൻ പോകുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ വിളക്ക് വെക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇതാ ഉപയോഗിക്കാം. ഈ കൊണ്ടുപോകാനുള്ള സംഭവം. അപ്പൊ കെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതാ ചങ്ങലവട്ടാന്ന് പറയുന്നത്. പണ്ടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് വന്നാല് കൊയ്ത്ത് വന്നു കഴിഞ്ഞാല് കൊയ്ത്തുകാർക്കൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ എണ്ണ തലയിൽ ഇങ്ങനെ എണ്ണ വെച്ചു കൊടുക്കും. എല്ലാവർക്കും കുളിച്ച് വൃത്തിയായി സന്തോഷത്തോടു കൂടി പോകാൻ പണ്ടുള്ള കാലങ്ങളിൽ നിറച്ച എണ്ണ. അപ്പൊ ഇത് എണ്ണക്കുറ്റി എന്ന് പറയും. ഗോമുഖിയാണ് ഇതിന്റെ പേര്. അതായത് മുഖത്ത് ഈ ഗോമുഖം ആണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഈ ഗോമുഖി എന്ന് പറയുന്നത്. ഇത് സംഭാരങ്ങൾ വെച്ച് കൊടുക്കാനുള്ള ഒരു പണ്ട് കാലത്ത് ഉണ്ടാക്കിയ ഒരു പാത്രമാണ്. ഒറ്റ പ്ലാവിന്റെ കഷത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂർമ്മത്തിന്റെ തലയുള്ള ആമയുടെ തലയുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ അന്നത്തെ തിമിരിമാർ വിൽക്കുന്ന സംഭവമാണ്. ആവണപ്പലയുടെ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കിയ ആവണപ്പലകയാണ്. നമ്മളിപ്പോൾ ചില പടങ്ങളിലൊക്കെ അതായത് പാട്ടുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആവണപ്പലകയെ കുറിച്ചൊക്കെ. അപ്പോൾ അതുപോലെ മറ്റൊരു രീതിയിലുള്ള ആവണപ്പലകയാണ് നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കിയത്. ഒറ്റ തടിയിൽ കൊത്തുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു തടിയിൽ മാത്രം കൊത്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിയുന്നത് നമുക്ക് ഇല്ലങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മക്കാട് ഇല്ലത്തുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വാസുദേവ നമ്പൂതിരിയാണ്. ഇത് നങ്കേലി അന്തർജനം അമ്മ, അവരുടെ പേരും കയറില്ല, ചെറിയമ്മയാണ്. ആദ്യത്തെ വെളിയിലുള്ള ഇത് സഹോദരി, മൂത്ത സഹോദരിയാണ്. ഗംഗാദേവി അന്തർജനം, ഇത് പാർവതി അന്തർജനം, അത് ഗംഗാദേവി അന്തർജനം, രണ്ട് സഹോദരിമാര്. ഇത് തിരുമേനിയുടെ ഒരു ജ്യേഷ്ഠന്റെ ഇവിടെ സ്കൂളിൽ മാനേജറൊക്കെ കുറേ കാലം ഉണ്ടായിരുന്നു. നാരായണൻ നമ്പൂതിരി അദ്ദേഹമായിരുന്നു സ്കൂളിലൊക്കെ ആദ്യകാലം മാനേജർ. പിന്നെ സപ്തതി ആഘോഷത്തിന്റെ മംഗളപത്രമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് PKG വായറാണ്. P രാഘവൻ നായരായിരുന്നു അതിൽ ചെയർമാൻ. അദ്ദേഹം ഒന്ന് സമർപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ലഹളകാലത്ത് എല്ലാവരും പേടിച്ചോടിപ്പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് തോണിയിൽ കയറിയതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് ഇത്ര റോഡൊന്നും അത്ര ആയിരുന്നില്ലായിരിക്കും. റോഡിൽ ഇതിൽ തോണിയിൽ പോയതാണ് എന്നൊക്കെ പറയും. ഇനിയുള്ള കുട്ടികൾ കുറച്ച് നമ്മുടെ സംസ്കാരമൊക്കെ കുറച്ചൊക്കെ അതേപോലെ കൊണ്ടുപോകാൻ പറ്റണം. നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ. പലതും ചീത്ത ഉണ്ടായിരുന്നിരിക്കും. എൻ്റെ ഫ്രണ്ട്സിനെക്കാട്ടും ഒക്കെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയൊരു എൻവയൺമെൻറ്റിലാണ് ഞാനിവിടെ വളർന്നിട്ടുള്ളത്. കാരണം ഇവിടെ പറമ്പുണ്ട്, പറമ്പും പശുക്കളും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലവും. അത് അപ്പോൾ കേരളത്തിനോടുള്ള ആ ഒരു കണക്ഷൻ പോരുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ കാലത്തിനനുസരിച്ച് കൂടെ പോവും വേണം. കാരണം ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ കേരളത്തിൻ്റെ കൾച്ചർ കാണിക്കുന്ന ഓരോ ബിൽഡിങ്സും മുറിച്ചിട്ട് ഇവിടെ ഒരു മോൾസോ അങ്ങനത്തെ ഒരു ബിൽഡിങ്സ് ഉണ്ടാക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പടിപ്പുര. ഈ ഇല്ലത്തിൻ്റെ പടിപ്പുരയാണ് കാണുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ റോഡുകളൊന്നുമില്ല, പുഴ വഴിയാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ പുഴയിലേക്കാണ് ഇതിൻ്റെ പടിപ്പുര ഭാഗമുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ സിനിമകളിലൊക്കെ ഈ പടിപ്പുര ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ആലഞ്ചേരി തമ്പ്രാക്കളിൽ അതുപോലെ തന്നെ സർഗം അതുപോലത്തെ സിനിമകളിലൊക്കെ ഈ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പടിപ്പുര ഒന്ന് കണ്ടുവരാം.
ഇതാണ് നമ്മുടെ പഠിപ്പുര. ഇപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അന്നത്തെ എല്ലാ പല സിനിമകളിലും ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ പഠിപ്പുര ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ട് കാലത്തുള്ള വഴി, ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് കാലത്തുള്ള വഴി ഇവിടെ ഇതായിരുന്നു. അപ്പോൾ ആ വഴിയിലൂടെ നടന്ന് പോയിട്ട് നമ്മളെ പുഴയിലേക്ക് ഇറങ്ങി, പുഴയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ഇവിടുത്തെ പഴയ ആളുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ പഠിപ്പുര കാണുന്നത്. വളരെ മനോഹരമായിട്ടുണ്ടാക്കി, പണ്ട് കാലത്ത് അന്ന് ഉണ്ടാക്കി വെച്ച അതേപോലെയുള്ള പഠിപ്പുര ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അവിടെ ഈ പുഴയാണ്. പുഴയിൽ ഇപ്പോൾ പഠിപ്പുരക്ക് വന്ന് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമുള്ള വളരെ നല്ലൊരു സുഖമുള്ള സ്ഥലമാണ് ഇവിടെ. ചരിത്ര പ്രാധാന്യം ഏറെയുള്ള മാനൂരത്തെ മക്കാട്ടില്ലത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത സാരംഗി കലാസാംസ്കാരിക വേദിയിലെ എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ സ്നേഹം അടയാളപ്പെടുത്തട്ടെ. ഇത്തരം വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.